You know, मेरे पेरेंट्स के साथ शायद मेरे इश्यूज कम हो जाएंगे. ബട്ട് മെൻ ഡിയർ സിന്ദഗി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് കേട്ടോ. എൻ്റെ ലൈഫായിട്ട് എൻ്റെ ബ്രെയിനായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ഡിയർ സിന്ദഗി. അതിനകത്ത് ഈ ഒരു സീനുണ്ട്, അതായത് ആലിയ ഭട്ട് ചോദിക്കാൻ ഷാരൂഖ് ഖാൻ്റെ അടുത്ത് ഇസ് ദർ എനിത്തിങ് ലൈക്ക് എ സ്പെഷ്യൽ വൺ ഓർ എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ബട്ട് ഷാരൂഖ് ഖാൻ തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട്. ആക്ച്വലി അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലരും പറയാറുണ്ട് ഞാൻ സിംഗിളാണ്, അല്ലെങ്കിൽ ഞാൻ സിഗ്മയാണ്, അല്ലെങ്കിൽ എനിക്ക് കുറേ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ലോയലാണെന്നൊക്കെ പറയുന്നവരോട് ചിലർ സ്വന്തം റിലേഷൻഷിപ്പിനെ പറ്റി കുറ്റം പറയാറുണ്ട്. ഈവൻ ഞാൻ തന്നെ എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, എല്ലാം പറയാറുണ്ട്. എൻ്റെ ഹസ്ബൻഡും ചിലപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ടാവും. ഓബ്വിയസ്ലി ഒരാൾ പെർഫെക്റ്റ് അല്ല. നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ പറയുന്നില്ലേ, സെയിം അതുപോലെ തന്നെയാണ്. സോ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ സോൾമേറ്റ് എന്നൊക്കെ പറയണത്? ഡു യു തിങ്ക് ഇറ്റ് ഇസ് ട്രൂ ഓർ റൈറ്റ്? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം നമ്മൾ എല്ലാം കൊണ്ട് ഒരാളെ തലയിൽ ഏൽപ്പിക്കുക, എല്ലാത്തിനും എനിക്ക് കോഫി കുടിക്കാനും നീ തന്നെ വേണം, എനിക്ക് ഫിസിക്കൽ ഇൻറ്റിമസി കാണിക്കാനും നീ തന്നെ വേണം, എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാനും നീ തന്നെ വേണം, എല്ലാത്തിനും നീ വേണം. ഇറ്റ്സ് നോട്ട് പോസിബിൾ ബൈ എ ഹ്യൂമൻ ബീങ്, ബിക്കോസ് ഹ്യൂമൻസ് ആർ നോട്ട് പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചെയ്തു കൊടുത്താലും നമുക്ക് മതിയാവില്ല എന്ന് തോന്നുന്ന അതൊരു ഹ്യൂമൻ നേച്ചർ മാത്രമാണ്. നമുക്ക് എന്ത് സാധനം കിട്ടിയാലും മതിയാവില്ല എന്ന് തോന്നുന്ന ഒരു നേച്ചറില്ലേ, അത് ഹ്യൂമൻ നേച്ചറാണ്. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പോയിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി വേറൊരാളോട് ചെയ്യാനോ എന്നൊന്നും അല്ല കേട്ടോ പറയണേ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സോഷ്യൽ മോണോഗമി എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. അതായത് നമുക്ക് സോഷ്യലിയാണ് നമ്മൾ മനുഷ്യർ മോണോഗമസ്, ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ മോണോഗമസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ഇൻഫിഡിലിറ്റി കേസസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ ഐ തിങ്ക് ഈസ് വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് ഹൗസ് വൈഫ്സിനെ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് വേറൊരാൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നുക. അത് മാത്രമാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് തോന്നുക. പക്ഷെ അത് പോയിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ നോക്കുക. എല്ലാവർക്കും ഓരോരോ സോൾമേറ്റ്സ് ഓരോരോ രീതിയിൽ ഉണ്ടായിരിക്കും കേട്ടോ, ഓരോ ഡിസ്കഷൻസിന് വേണ്ടി. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോയൽ ആവണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. എല്ലാം കൂടെ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ശരി, ബായ്.